മുൻപ് മലയാളം സീരിയലുകളുടെ മാത്രം ആരാധകരായിരുന്നു മലയാളികൾ. എന്നാൽ ഇപ്പോൾ ഹിന്ദിയും തമിഴും കന്നഡയും എല്ലാ സീരിയലുകളും ആരാധകർ കാണാറുണ്ട്. അത്തരത്തിൽ കന്നഡ സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടി നന്ദിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. CM നന്ദിനി എന്നാണ് നടിയുടെ പൂർണ്ണമായ പേര്. 26 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മിനി സ്ക്രീനിൽ മിന്നും താരമായി നിൽക്കവെയാണ് നന്ദിനി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നയിച്ച കാരണങ്ങളാകട്ടെ വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്നതും. നന്ദിനി വാടകയ്ക്ക് താമസിച്ചിരുന്ന കെങ്കേരിയിലെ വീട്ടിലാണ് നടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. മരണത്തിൽ ദുരൂഹതകൾ ഇല്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വീട്ടുകാർക്കെതിരെ ഒരു കുറിപ്പെഴുതി വെച്ചാണ് നന്ദിനി ജീവനൊടുക്കിയത്. വ്യക്തിപരമായ പ്രശ്നങ്ങളും വിഷാദാവസ്ഥയും തന്നെ അലട്ടുന്നുണ്ട് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അഭിനയ ജീവിതത്തിൽ മുന്നോട്ടു പോകാനായിരുന്നു നന്ദിനിക്ക് താല്പര്യം. എന്നാൽ സർക്കാർ ജോലി നേടാനും വിവാഹിതയാകുവാനും വീട്ടുകാർ കുറെ കാലമായി നിർബന്ധിക്കുന്നു. നന്ദിനിയുടെ പിതാവ് 2019 സർക്കാർ സർവീസിലിരിക്കെ മരണത്തിനു കീഴടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആശ്രിത നിയമനത്തിലൂടെ നന്ദിനിക്ക് അച്ഛന്റെ ജോലിയിലേക്ക് ചേരാനുള്ള അവസരമുണ്ടായിരുന്നു. അഭിനയം ഒഴിവാക്കി ജോലിയിൽ ചേരാനും വിവാഹിതയാകുവാനുമാണ് കുടുംബം ഇവരെ നിർബന്ധിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നന്ദിനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് കുറിപ്പിൽ പറയുന്നതായി പോലീസ് പറയുന്നു. മകളുടെ ഭാവി സുരക്ഷിതമാകുവാനും ഒരു നല്ല ജോലി കയ്യിലേക്ക് ഉറപ്പിക്കുവാനുമാണ് വീട്ടുകാർ അത്തരമൊരു നീക്കം നടത്തിയത്. എന്നാൽ നന്ദിനിക്ക് ഇതിലൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. സാധാരണ എല്ലാവരും ഒരു സർക്കാർ ജോലി കിട്ടി ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ നന്ദിനിക്ക് സിനിമ സീരിയൽ മേഖലയിലേക്ക് അറിയപ്പെടാനായിരുന്നു താല്പര്യം. നന്ദിനിയെ ഫോണിൽ കിട്ടാതായപ്പോൾ സുഹൃത്തുക്കൾ താമസ സ്ഥലത്തെ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഇവർ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ജനാലക്കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു നന്ദിനിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും മറ്റ് ദുരൂഹതകളൊന്നുമില്ല എന്നും പോലീസ് പറയുന്നു. ഇതിനിടെ അടുത്തിടെ ഒരു പരമ്പരയിൽ നന്ദിനിയുടെ കഥാപാത്രം വിഷം കഴിക്കുന്ന ഒരു രംഗവും ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. നന്ദിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് അന്വേഷണത്തിലെ പ്രധാന തെളിവായി പരിഗണിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മരണത്തിലേക്ക് നയിച്ച കൃത്യമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നും അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് വ്യക്തമാക്കി. നടിയുടെ കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിരുന്നു. നന്ദിനിയുടെ അപ്രതീക്ഷിത മരണം കന്നഡ, തമിഴ് ടെലിവിഷൻ വ്യവസായങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിരവധി സഹപ്രവർത്തകരും ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.